എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ തൃത്താലയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധവുമായി സംഘടിച്ചിരിക്കുകയാണ്. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുകയാണ് എം പി രാജേഷ്. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എം പി രാജേഷിനെതിരെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നു തൃത്താലയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, എന്താണ് വിവരങ്ങൾ? ഗോപീഷൻ, അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹം രാജിവെക്കുകയില്ലാതെ മറ്റ് വഴികളില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. സംസ്ഥാനത്തൊരു രണ്ടാം ബാർക്കോഴ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെ ഒരു ആയുധമാക്കി എടുക്കുന്നത്. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച ബാർ ഉടമകളുടെ സംഘടനയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്നിപ്പോൾ മന്ത്രി തൃത്താലയിലില്ല, അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത്. എന്നിരിക്കെയും പ്രതിഷേധത്തിന് യാതൊരു കുറവുമില്ല. ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി. അത് പോലീസ് അതിനെ ശക്തമായി ചെറുത്തു. അതിനെ തുടർന്ന് ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. കാര്യമായ പോലീസ് സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെയും കോൺഗ്രസിന്റെ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പോലീസ് സാന്നിധ്യം തന്നെ ഇവിടെ കാണാനുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകുന്നത്. എം പി രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിന്റെ മുന്നിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പി രാജീവിനെതിരെയും പ്രതിഷേധം കടുക്കുകയാണ്. പെരിയാർ മത്സ്യക്കുരുതിയുടെ സാഹചര്യത്തിലാണ് എറണാകുളത്തെ പി രാജീവിന്റെ ഓഫീസിന് മുന്നിലും യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നതായി അറിയാൻ കഴിയുന്നത്.